ഏവർക്കും വണക്കം, സ്വാഗതം. ഇന്ന് യാക്കോബ സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് എൻ്റെ സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആത്മീകമായ വെളിച്ചം ഉൾക്കൊള്ളുന്നതും വെളിച്ചം പരത്തുന്നതുമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നാൽ അത് സാധിക്കണമെങ്കിൽ പരമ്പരാഗതമായി കുമിഞ്ഞുകൂടിയിട്ടുള്ള ആത്മീകമായി തികച്ചും അർത്ഥശൂന്യമായ ചില സങ്കല്പങ്ങളും ആചാരങ്ങളും മാറ്റിവെച്ചേ മതിയാകുകയുള്ളൂ. അതിന് അദ്ദേഹം ധൈര്യം കാണിക്കുമോ ഇല്ലയോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ അളവുകോൽ. ഞാൻ ചില ഉദാഹരണത്തിൽ കൂടെ എൻ്റെ ആശയം വ്യക്തമാക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന പദവി, പേര്, ടൈറ്റിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ടൈറ്റിൽ ബെസേലിയോസ് ജോസഫ് എന്നാണ്. ബെസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ ബാവ. കേരളത്തിലെ വിശ്വാസികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ബെസേലിയോസ് എന്ന വാക്കിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. അതിൽ യാക്കോബ സഭയിലെ ആളുകളും വിശ്വാസികളും ഉൾപ്പെടുമെന്നത് ശോചനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. ബെസേലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം രാജാവെന്നാണ്. രാജാവ്, ബെസേലിയോസ്, രാജാവ്. അപ്പോൾ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാൻ ലെബനോനിൽ വിമാനമാർഗം പോയി അവിടെ നിന്ന് വിമാനമാർഗം കേരളത്തിൽ എത്തിയതിനിടയ്ക്ക് ഇദ്ദേഹം എങ്ങനെയാണ് രാജാവായത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇദ്ദേഹം എങ്ങനെയാണ് രാജാവായത്? ഏത് അടിസ്ഥാനത്തിലാണ് രാജാവായത്? രണ്ടാമത്, ഈ രാജാവാകുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഈ രാജാവാകുന്നതും യേശുവിൻ്റെ മാർഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? യേശുവിൻ്റെ പ്രതിനിധിയായ ജനത്തെ ആത്മീയമായി വഴി നടത്തും എന്ന ഒരു ധാരണയിലാണല്ലോ ഈ മാന്യദേഹം ഈ ടൈറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. യേശു എവിടെയെങ്കിലും തന്നെ രാജാവായി അവതരിപ്പിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ പൊന്തിയോസ് പീലാത്തോസിനോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു ഒരു മറുചോദ്യം ചോദിക്കുകയാണ്, രാജാവോ രാജാവെന്ന നിൻ്റെ സങ്കല്പം എന്താണ്? ലോകമറിയുന്ന രാജാവും എൻ്റെ രാജ്യത്വവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്നാണ് യേശു പറയുന്നത്. രാജാവ് എന്ന പദം കൊണ്ട് നീ അറിയുന്ന ചില അർത്ഥങ്ങളുണ്ട്, അത് ഞാനുമായി യാതൊരു ബന്ധമില്ല. ഞാൻ രാജാവാണ്, ഞാൻ നിത്യതയുടെ രാജാവാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ഈ നിത്യതയുടെ രാജാവായ ചരിത്രത്തിൽ കാലൂന്നിയ കർത്താവിന് ഒരു ദാസൻ്റെ വേഷമെടുക്കേണ്ടി വന്നു എന്നത് ദയവായി മനസ്സിലാക്കുക. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അത് ഒരു ദൃശ്യരൂപത്തിൽ ആവിഷ്കരിച്ചുകൊണ്ടാണ് അന്ത്യ അത്താഴത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത്. നിങ്ങളുടെ ഗുരുവായ ഞാൻ ഇപ്രകാരം നിങ്ങൾക്ക് സേവ ചെയ്തുവെങ്കിൽ നിങ്ങളും അപ്രകാരം തന്നെ ആയിരിക്കണം. അപ്പോസ്തലന്മാർക്ക് യേശു നൽകിയ നിർദ്ദേശമാണ്, നിങ്ങൾ സേവനം ചെയ്യുന്നവരാകണം, നിങ്ങൾ ദാസ്യന്മാരാകണം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശബദി മക്കളായ യാക്കോബിനോടും യോഹന്നാനോടും അവർ യേശുവിൻ്റെ രണ്ടാം വരവിൽ മുഖ്യസ്ഥാനം കാംക്ഷിച്ചപ്പോൾ അതിനെപ്പറ്റി ഈർഷ്യയോടെ പ്രതികരിച്ച മറ്റ് അപ്പോസ്തലന്മാരോടും യേശുവിൻ്റെ ശിഷ്യന്മാരോടും പൊതുവായി യേശു പറയുന്നത് എന്താണ്?
ഈ ലോകത്തിൽ മറ്റുള്ള മേൽ കർത്തൃത്വം ചെയ്യുവാൻ ആളുകൾ താല്പര്യപ്പെടുന്നു. നിങ്ങളോ അങ്ങനെ ആകരുത്. ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, താങ്കൾ അങ്ങനെ ആകരുത്, താങ്കൾ അങ്ങനെ ആകരുത്. നിങ്ങൾ ആരെങ്കിലും നേതാവാകുവാൻ ഇച്ഛിച്ചാൽ നിങ്ങൾ ദാസനായി പെരുമാറണം. കാരണം ദൈവരാജ്യത്തിന് നീതി, നിയമം മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുമെന്നുള്ളതാണ്. ഞാൻ മുൻപനാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവൻ പിൻപനായി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ നീതിയും നിയമവുമെന്ന് അതിൽ അധികാരമുള്ള യേശു വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുന്നത്? പിന്നെ കേരളം എന്തിൻ്റെ മണ്ണാണ് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. കേരളത്തിന് ചരിത്രത്തിൽ മറ്റൊരു സംസ്ഥാനത്തിനും മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ അർഹതയില്ലാത്തൊരു വലിയ മേന്മയുണ്ട്, ഒരവകാശവാദമുണ്ട്. അതെന്താണ്? ലോക ചരിത്രത്തിൽ ജനായത്ത പ്രക്രിയയിൽ കൂടെ ഒരു മാർക്സിസ്റ്റ് ഭരണം ആദ്യമായി ഉടലെടുക്കുന്നത് കേരളത്തിലാണ്. ഇത് നവോത്ഥാനത്തിൻ്റെയും മനുഷ്യ അന്തസ്സിനു വേണ്ടി സമരം ചെയ്യുന്നവരുടെയും അടിച്ചമർത്തപ്പെട്ട ജനത്തിൻ്റെ ആവേശത്തെ മാനിക്കുന്നവരുടെയും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട് എന്ന് താത്വികമായി എങ്കിലും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ്. ഇത് ജനായത്ത സംസ്കാരത്തിൻ്റെ കേളിരംഗമാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് വിമാനത്തിൽ നിന്ന് ഇറങ്ങി കാലുകുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്പം പോലും മനസ്സിലാകുന്നില്ല. മാത്രവുമല്ല, ഇത് യേശുവിൻ്റെ പേരിലാണെന്ന് മറന്നു പോകരുത്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ മാതൃക നിങ്ങൾക്ക് പ്രസക്തമാണ്, നിങ്ങളെ ബാധിക്കുമെങ്കിൽ, അതിനെ നിങ്ങൾ മാനിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ നെറ്റിപ്പട്ടവും ഒട്ടിച്ചുകൊണ്ട് കേരളത്തിൽ കോമാളിത്തം കളിക്കരുത്. കേരളം രാജാക്കന്മാരുടെ ഇടമല്ല. കേരളം സ്വതന്ത്രമായി എല്ലാവരും സമരാണ്, എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ നാടാണ്. ഇതൊരു ജനായത്ത സംസ്കാരത്തിൻ്റെയും ഭരണരീതിയുടെയും ഈറ്റില്ലമാണ്. ഇവിടെ രാജാവ് ചരിത്രത്തിൽ മാത്രം എവിടെയോ ചരിത്രത്തിൻ്റെ കോണിൽ അവശേഷിക്കുന്ന ഒരു ഉച്ഛിഷ്ടം മാത്രമാണ്. കേരളത്തിൽ ഇന്ന് ഒരു രാജകുടുംബമുണ്ട്, നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് രാജകുടുംബമുണ്ട്. കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ രാജകുടുംബങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ രാജാവുടെ പ്രതാപവാനായിരുന്നു നമുക്കറിയാം. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ സ്വത്ത്, അതിൻ്റെ അളവെത്ര നിന്നും തിട്ടപ്പെടുത്തിയിട്ടില്ല. ലോകത്തിലേക്കും സമ്പന്നമായ ആരാധനാ സ്ഥലം പത്മനാഭ ക്ഷേത്രമാണ്. അത് കേരള രാജാവിൻ്റെ സ്വത്ത് അവിടെ കൊണ്ടുവച്ചതാണ്. അങ്ങനെയുള്ള രാജകുടുംബം തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ അവരാരും ഞാൻ രാജാവാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നിരത്തിൽ കൂടെ സഞ്ചരിക്കാൻ ധൈര്യപ്പെടില്ല. അവരെ ആരെയും രാജാവെന്നും പറഞ്ഞാലും കൊട്ടിഘോഷിച്ച് തോളലെടുത്തുകൊണ്ട് നടക്കാറുമില്ല. രാജഭരണം കഴിഞ്ഞുവെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഭാഗ്യവശാൽ അവർക്കൊക്കെ ഉണ്ട്, ആ രാജകുടുംബത്തിലുള്ള ആളുകൾക്കുണ്ട്. എന്നിട്ടും എന്താണ് രാജാക്കന്മാരെ തലയിലെടുത്തുകൊണ്ട് നടക്കുന്നത്? രാജാക്കന്മാരെങ്ങനെയുണ്ടായി? എവിടെ നിന്നുണ്ടായി? നിങ്ങൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ യഹൂദന്മാർ തന്നെ ഞങ്ങൾക്കൊരു രാജാവിനെ ഉണ്ടാക്കി തരണമെന്ന് ശൗമേൽ പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അത് നിങ്ങൾ ദൈവത്തെ മറുതലിക്കുന്നതിന് തുല്യമാണ്. ദൈവം മാത്രമാണ് നിങ്ങളുടെ രാജാവ്. പക്ഷെ ഇതാര് കേൾക്കാനാണ്? അപ്പോൾ അങ്ങനെ രാജാവെന്ന പേരെടുത്തുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങി വരുന്ന ഈ മെത്രാനോട് എനിക്ക് സഹതാപമുണ്ട്. അദ്ദേഹം ചരിത്ര സത്യം തിരിച്ചറിഞ്ഞ് ഇപ്രകാരമുള്ള നെറ്റിപ്പട്ടം അഴിച്ചു വെക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുമോ? ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് കാണിക്കുന്ന ധൈര്യമെങ്കിലും കാണിക്കാൻ ഈ മഹാനായ മനുഷ്യൻ കൂട്ടാക്കുമോ എന്ന് ഞാൻ വീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്നത് സൂചിപ്പിക്കട്ടെ.
ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് ഒരു സാധാരണ ഫിയറ്റിൽ സഞ്ചരിക്കാമെങ്കിൽ ഞാൻ സാധാരണ മനുഷ്യരെ പോലൊരു വ്യക്തി തന്നെയാണ് എന്ന് ഉച്ചത്തിൽ പറയാമെങ്കിൽ, ഞാൻ രാജാവല്ല എന്ന് അദ്ദേഹം പറയാമെങ്കിൽ, എന്താണ് ഇവിടെ ഞൊടുക്ക് ആളുകൾ രാജാവാണെന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നത്? നാണമില്ലേ? ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഇദ്ദേഹം ഇങ്ങോട്ട് വന്നിറങ്ങി കഴിയുമ്പോൾ വലിയ വലിയ സ്വീകരണവും അത് പിന്നെ പൊതുവായ പ്രദർശനവും ദർശനവും പടക്കം പൊട്ടിയിലും കീജേ വിളികളും ഇതൊക്കെ അങ്ങനെ തുടരും. ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം അവിടെ പടക്കം ഇവിടെ പടക്കം, അവിടെ സ്വീകരണം ഇവിടെ സ്വീകരണം, അവിടെ മാല ഇവിടെ കീല, ഇങ്ങനെ കൊണ്ടു നടക്കും. ഇതിന് വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇതിന്? യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കാത്തത്? ഇതിനെല്ലാം ഒരു അവസരമുണ്ട്. ജനം സഹർഷം നേതാവിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തോടുള്ള വിധേയത്വം, അദ്ദേഹത്തെ പറ്റിയുള്ള ആവേശം പൊതുവായി പ്രദർശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കതായ ഒരവസരമുണ്ട്. അതെന്താണെന്ന് യേശു സ്വന്തം ജീവിതത്തിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? ആജീവനാന്തം നല്ല ശുശ്രൂഷ, നല്ല സാക്ഷ്യം തികച്ച ശേഷം അന്ത്യനിമിഷത്തിൽ ജനങ്ങളുടെ അംഗീകാരത്തിന് തന്നെ വിധേയമാക്കുന്നതിൽ അർത്ഥമുണ്ട്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തിയാക്കി തനിക്ക് തൻ്റെ അന്തിമ നിമിഷം അടുത്തിരിക്കുന്നുവെന്നറിഞ്ഞ് യെരുശലേമിലേക്ക് പോകുന്ന ആ അവസ്ഥയിൽ മാത്രമാണ് ഹോശന്നാ ഞായറാഴ്ച എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്ന ആ സംഭവം നടക്കുന്നത്. ജനം വളരെ ആഘോഷത്തോടുകൂടി യേശുവിനെ ദൈവത്തിൻ്റെ നഗരി എന്ന് യഹൂദൻ വിശ്വസിച്ചിരുന്ന യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയൊരു ആവശ്യമുണ്ട്. അത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, ഇപ്പോൾ സ്നാപകയോഹന്നാനാൽ സ്നാനമേറ്റ ശേഷം ഉടനെ ഞാൻ ബസേലിയോസാണ് എന്ന് പറഞ്ഞ് സ്വയം അവതരിപ്പിക്കുകയും ഒരു 10,000 പേരെ കൂട്ടി ഒരു 200 വാഹനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര നടത്തുകയാണ്. അവിടെ സ്വീകരണം, ഇവിടെ ഗലീലായിൽ സ്വീകരണം, കാനായിൽ സ്വീകരണം, ശമരിയായിൽ സ്വീകരണം, എരിഹോവിൽ സ്വീകരണം, കപ്പർനഹൂമിൽ സ്വീകരണം, ഇങ്ങനെ പറഞ്ഞ് നടന്നാൽ അതിൽ എന്ത് മാന്യതയാണുള്ളത്? അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ പൊതുരംഗത്ത് തങ്ങനെ തന്നെ എന്താണ് പറയുന്നത് പ്രദർശിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതാർക്കാണ് ആവശ്യം? ഉള്ളിലൊന്നുമില്ലാത്തൊരു വ്യക്തി. ഇപ്പോൾ അമർത്യ സെൻ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നോം ചോംസ്കി ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെയൊന്നും ആളുകൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വന്ന് ഏതെങ്കിലും ഒരു ഇപ്പം BJT ഹാളിൽ, അയ്യങ്കാളി ഹാളിൽ, ഓഡിറ്റോറിയത്തിൽ ഒരു ലെക്ചർ കൊടുത്താൽ അവർക്ക് ചിലതൊക്കെ പറയാനുണ്ട്. അവരുടെ ഉള്ളിൽ വലിയ വലിയ ആശയങ്ങളുടെ നിധിയുണ്ട്. അത് കേൾക്കാനായി ആളുകൾ വരും. അവർ ആത്മാർത്ഥമായ മനഃപൂർവ്വം അങ്ങനെയുള്ളവരെ ബഹുമാനിക്കും. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച സംഭവം നിങ്ങൾക്കറിയാം. അദ്ദേഹം ബസേലിയോസ് ആണെന്നും പറഞ്ഞല്ല വന്നത്, ഞാൻ രാജാവാണെന്നും പറഞ്ഞല്ല വന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ആ മനുഷ്യനെ ജനം സ്വീകരിപ്പാനും നെഞ്ചിലേറ്റ് കൊണ്ടു നടക്കാനും കാര്യമെന്താണ്? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ വലിയ നിധിയുണ്ട് എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത്രമാത്രം വെളിച്ചമേറിയതായതുകൊണ്ടാണ്. ആ വെളിച്ചം ഒരു രാജ്യത്തിൻ്റെ ജനത്തിന് മുഴുവനും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീക്ഷ ഉണർത്തുന്ന സൂര്യകിരണം പോലെയാണ്, സൂര്യോദയം പോലെ ആയിരുന്നു എന്നതുകൊണ്ടാണ്. അത് ജനം തിരിച്ചറിഞ്ഞ് ആരും പറയാതെ സ്വമേധയാ ആ വ്യക്തിയുടെ പുറകെ പോയി. അതുപോലെ ഈ കോമാളിത്തരം കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്? നാം ഏവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ പരസ്യമായി ഞാനൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഈ സഭയിലെ അംഗങ്ങൾ ഞങ്ങൾക്കൊരു വലിയ സംഭവം കിട്ടിയിരിക്കുന്നു എന്ന് ഈ കേരളത്തിലെ ജനം മുഴുവൻ അറിയണം. മാധ്യമ ലോകമാണല്ലോ, അപ്പോൾ മാധ്യമ ക്യാമറയും കൂടെ വരും. അതുമൂലം ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ എല്ലായിടത്തും എത്തും. അതുകൊണ്ട് ഞങ്ങളാണ്ട് വലിയ ആളുകളാണെന്ന് ആൾക്ക് തിരിച്ചറിയും. ഇങ്ങനെയുള്ള വ്യാമോഹം നമ്മെ കീഴടക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉള്ളിലൊന്നുമില്ല എന്നത്, നമ്മുടെ ഉള്ളിൽ പൊള്ളയായതുകൊണ്ടാണ്. ദയവായി മനസ്സിലാക്കുക. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, മതത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ ഒരിക്കലും പരസ്യത്തിൻ്റെ ആ അപഹാസ്യമായ അവസ്ഥയിലേക്ക് പോകരുത്, നിങ്ങളൊന്നും പരസ്യപ്പെടുത്തരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം സമയമുണ്ടെങ്കിൽ ദയവായി വായിക്കുക. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 ആചാരമായ ദാനധർമ്മം ചെയ്യുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, അതിനെപ്പറ്റി യേശു എന്താണ് പറഞ്ഞത്?
നിങ്ങൾ ചെയ്യുന്നത് പൊതുരംഗത്തൊരു പരസ്യമായി ചെയ്യരുത്. നിങ്ങൾ രഹസ്യത്തിൽ മാത്രമേ ഇത് ചെയ്യാവൂ. കാരണം പരസ്യത്തിൽ നടത്തുന്ന പ്രകടനങ്ങൾ മുഴുവനും ആത്മാർത്ഥതയില്ലാത്തതും അർത്ഥശൂന്യവും തങ്ങളുടെ നഗ്നത മറയ്ക്കാൻ മാത്രം പര്യാപ്തവുമാണ് എന്നാണ് യേശു പറയുന്നത്. അതാര് കേൾക്കാനാണ്? അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ പാപ്പരത്തെ, നമ്മുടെ പട്ടിണിയെ, നമ്മുടെ പോരായ്മയെ പൊതുവിൽ പ്രദർശിപ്പിക്കാൻ മാത്രം പര്യാപ്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റോൾസ് റോയ്സ് എന്നൊരു കാറുണ്ട്. അതെവിടെയെങ്കിലും തന്നെ അഡ്വർടൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോൾസ് റോയ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റോൾസ് റോയ്സിൻ്റെ അഡ്വർടൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതത്രമാത്രം മേൽത്തരമേറിയ ഒരു പ്രോഡക്റ്റാണ്. അതേസമയം ഒരു കാശിന് കൊള്ളാത്തൊരു കാറുണ്ടാക്കിയാൽ അതിന് വലിയ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചിലരൊക്കെ വാങ്ങിച്ചു ധരിക്കും, പക്ഷെ വാങ്ങിക്കും തോറും അപഖ്യാതി വർദ്ധിക്കുകയും അതിൻ്റെ ഭാവി നാം പടഞ്ഞു പോവുകയും ചെയ്യും. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അതുകൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. ഞാനൊരു കോളേജിൻ്റെ ചുമതലയിലായിരുന്നു. എനിക്ക് ആ കോളേജിനെ 2 വിധത്തിൽ നടത്തിക്കൊണ്ട് പോകാം. ഒന്ന്, ഈ വലിയ വലിയ പരസ്യമൊക്കെ നടത്തി ഒരു അഡ്വർടൈസിങ് ഏജൻസിയെ, ഒരു ലോബിയിങ് ഏജൻസിയൊക്കെ കടമെടുത്ത് അവർക്കൊരു 10 കോടി രൂപ കൊടുത്ത് പല പല സംഭവങ്ങൾ, പല പല ഇവൻറ്റ്സ് ഡൽഹിയിൽ, കൽക്കട്ടയിൽ, ബോംബെയിൽ, ചെന്നൈയിൽ, പൂനെയിൽ ഇങ്ങനെ നടത്തി. ഒരു വലിയ വലിയ മന്ത്രിമാരെ കൊണ്ടുവന്ന്, തന്ത്രിമാരെ കൊണ്ടുവന്ന് അതിനുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം. ഞാൻ ഒരിക്കൽ പോലും അത് ചെയ്തില്ല. എൻ്റെ ശ്രദ്ധ എന്തായിരുന്നു? കോളേജിനകത്തെ സാഹചര്യം ഏറ്റവും മെച്ചപ്പെടുത്തുവാൻ എങ്ങനെയാണ് കഴിയേണ്ടത്. ഇപ്പം ഞാനൊരു 10 ഏജൻസിയെ ഹയർ ചെയ്ത് 100 കോടി രൂപ മുടക്കി എൻ്റെ കോളേജ് ലോകത്തിലെ ഏറ്റവും നല്ല കോളേജാണ് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിനകത്തെ അവസ്ഥ അക്കാഡമിക്കലായിട്ട് ഗുണമില്ലെങ്കിൽ എന്താണ് പ്രയോജനം? അതേസമയം എൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് ആ സ്ഥാപനത്തിൻ്റെ അക്കാദമികമായ ആ ഒരു പരിതസ്ഥിതി, ലേണിംഗ് എൻവയൺമെൻ്റ് എന്ന് പറയും, അത് മെച്ചപ്പെടുത്തുകയും ആ സ്ഥാപനത്തിൻ്റെ അച്ചടക്കം മെച്ചപ്പെടുത്തുകയും അതിൽ മേൽത്തരമായ വിദ്യാഭ്യാസം എപ്രകാരമാണ് നടത്തേണ്ടത് എന്നതിനെപ്പറ്റി എല്ലാവരും ചേർന്ന്, അധ്യാപകരും വിദ്യാർത്ഥികളും പ്രിൻസിപ്പലും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് നിരന്തരമായി അന്വേഷിക്കുകയും അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്താൽ അതിലർത്ഥമുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നെങ്കിൽ എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി ആവശ്യമില്ല. ഉള്ളുപൊള്ളയായ ശേഷം എത്രമാത്രം പരസ്യമായ പ്രകടനം നടത്തിയാലും അതിന് ഒരു കച്ചിത്തുരുമ്പിൻ്റെ വിലയില്ല. ഇത് വെള്ളത്തിൽ വരച്ച വര പോലെ നാളെ ഇതില്ലാതാകും. ഇതെന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ സമയത്ത് ഞാനിത് പറയുന്നത്. അപ്പോൾ പലരും പറയും, ഇതൊന്നും ഇങ്ങനെ നല്ലൊരു അവസരത്തിലാണോ ഇങ്ങനെ വിമർശനാത്മകമായി സംസാരിക്കുക? അതെ, ഈ സമയത്ത് തന്നെയാണ്. കാരണം നാം ചിന്തിക്കേണ്ടത് ഇപ്പോഴാണ്, എല്ലാം കഴിഞ്ഞു പോയിട്ടല്ല. ആരംഭത്തിലാണ് ചിന്തിക്കേണ്ടത് എന്താണ് അഭികാമ്യമെന്നത്, എല്ലാം കഴിഞ്ഞു പോയിട്ടല്ല. ഇപ്പോൾ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി, അതായത് ബെസീലിയോസ് ജോസഫ് എന്ന് പറയുന്ന മഹാൻ സ്ഥാനം ഒഴിഞ്ഞിട്ടല്ല, അയ്യോ അദ്ദേഹം ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയാം. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരംഭിക്കുമ്പോഴാണ് അന്വേഷണം തന്നെ ആരംഭിക്കേണ്ടത്. പക്ഷേ അത് പലർക്കും മനസ്സിലാകത്തില്ല, അത് പലർക്കും സൂഹിക്കത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നന്മ വരണമെന്ന് താല്പര്യമുള്ള ആരും ആരംഭത്തിൽ തന്നെ സത്യം വിളിച്ചു പറയും. യാക്കോബ സഭയോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടും ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്ന ഇപ്പോൾ ബെസീലിയോസ് ജോസഫ് എന്ന് പറയുന്ന ഈ മാന്യമെത്രാനോടുമുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൽ കൂടെ നന്മയുണ്ടാകട്ടെ. അദ്ദേഹം ആത്മീയമായ പ്രബുദ്ധതയുള്ള സേവനം തൻ്റെ സഭയ്ക്കും സഭയിൽ കൂടെ സമൂഹത്തിനും സംഭാവന ചെയ്യട്ടെ എന്ന വലിയ ആവേശത്തിൽ, താല്പര്യത്തിൽ, പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സദുദ്ദേശം കാണാത്തവർക്ക് കണ്ണുണ്ടെന്നറിയില്ല. പക്ഷേ കണ്ണുണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ ചുമതല നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിൽ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞുപോയി. അതുകൊണ്ട് ദയവായി ബെസീലിയോസ് എന്ന ഈ പദം, ഈ പദവി എല്ലാവരും കാണുക ഉപേക്ഷിക്കണം. അദ്ദേഹം ഒരു വലിയ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയണം, ഞാൻ ബെസീലിയോസ് അല്ല, ഞാനൊരു ദാസനാണ്,
യേശുവിൻ്റെ മാർഗത്തിൽ ഒരു ജനത്തെ നയിക്കുവാനായി നിയോഗിക്കപ്പെട്ട ഒരു ദാസനാണ് ഞാൻ. യേശുവിൽ കണ്ട മാതൃകയ്ക്ക് അപ്പുറത്ത് പോകാൻ എനിക്ക് അവകാശമില്ല, അനുവാദമില്ല, താല്പര്യവുമില്ല. ഞാൻ രാജാവല്ല, ഞാൻ ദാസനാണ് എന്ന് അദ്ദേഹം പറയണം. രണ്ടാമത്, ഇനി അങ്ങോട്ട് തുടങ്ങുന്ന ആഭാസത്തരം, അവിടെ പ്രകടനം, ഇവിടെ പ്രകടനം, അവിടെ മീറ്റിംഗ്, ഇവിടെ അനുമോദനം, അവിടെ വെടിക്കെട്ട്, ഇവിടെ നീർക്കെട്ട്, ഈ പരിപാടി നിർത്തണം. ഇത് കണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ആരും ഇത് കണ്ട് അങ്ങ് പ്രബുദ്ധരാകാൻ പോകുന്നില്ല. ആരും ഇതുകൊണ്ട് ഇമ്പ്രസ്ഡ് ആകാൻ പോകുന്നില്ല. കുറേ പൈസ പുകച്ച് കളയാമെന്നല്ലാതെ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. നിശബ്ദമായി ആത്മീകമായ പോഷണമുള്ള ശുശ്രൂഷ നടത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ തന്നെ സമർപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. അന്തിമനാളിൽ അവൻ യജമാനൻ്റെ വായിൽ നിന്ന് ഇപ്രകാരമുള്ള വാക്കുകൾ കേൾക്കും: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ആ അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥത, അവകാശം ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.